സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 117 സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവീൻ, ജനതകളെ കർത്താവിനെ സ്തുതിക്കുവീൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവീൻ. ദൈവജനമേ, സങ്കീർത്തനത്തിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് നാം ഇപ്പോൾ വായിച്ചത്. സങ്കീർത്തനം 117 അധ്യായത്തിൽ നാം വായിച്ച ഈ 2 വചനങ്ങൾ തങ്ങളുടെ രക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനതയുടെ വിശ്വാസത്തിൻ്റെ ആഴവും ദൈവിക പദ്ധതിയുടെ സാർവത്രികതയും വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഒരു പ്രത്യേക ജനതയ്ക്ക് മാത്രം മാറ്റിവെച്ചിട്ടുള്ളതല്ല, മറിച്ച് സകല ജനതകളെയും വംശങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒന്നാണെന്ന് ഈ സങ്കീർത്തനം വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും ആഴമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതൽ. ദൈവജനമേ, ഈ സങ്കീർത്തനം പുതിയ നിയമത്തിലെ രക്ഷാകരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുകയാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് ഈ രക്ഷാകര പദ്ധതി പൂർണ്ണതയിലെത്തുക. എല്ലാ ജനതകളും കർത്താവിനെ സ്തുതിക്കണം എന്ന ഈ സങ്കീർത്തനത്തിൻ്റെ ആഹ്വാനം പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ ഉദ്ധരിച്ച് യേശുവിൻ്റെ സുവിശേഷം യഹൂദർക്ക് മാത്രമല്ല വിജാതിയർക്കും കൂടിയുള്ളതാണെന്ന് ഊന്നി പറയുന്നുണ്ട്. അതുപോലെ കർത്താവായ യേശു തൻ്റെ പീഡാസഹനത്തിന് മുൻപ് ശിഷ്യന്മാരോടൊപ്പം ഈ സങ്കീർത്തനം ആലപിച്ചിരുന്നതായി സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. തൻ്റെ കുരിശുമരണത്തിലൂടെ ലോകം മുഴുവൻ രക്ഷയുടെ പാതയിലേക്ക് കടന്നു വരുമെന്നുള്ള യേശുവിൻ്റെ പ്രഖ്യാപനം കൂടിയായി ഇതിനെ നമുക്ക് കാണാം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പാപത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ നടുവിൽ ഈ സങ്കീർത്തനം നമുക്കൊരു വലിയ വെല്ലുവിളിയാണ് മുൻപിൽ വയ്ക്കുക. വർഗീയതയുടെയും വംശീയതയുടെയും സങ്കുചിതമായ ദേശസ്നേഹത്തിൻ്റെയും പേരിൽ മനുഷ്യർ പരസ്പരം അകന്ന് നിൽക്കുന്ന ഈ കാലത്ത്, കൊല വിളിക്കുന്ന ഈ കാലത്ത് സകല ജനതകളും ദൈവത്തെ സ്തുതിക്കണം എന്ന ആഹ്വാനം വളരെ പ്രസക്തമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരുമായി മാത്രം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് ഈ സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സാർവത്രിക സ്നേഹത്തിൻ്റെ സാക്ഷികളായി മാറണമെന്നാണ് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും ഒരു പ്രത്യേക ജനതയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, മറിച്ച് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്ന പാഠം, ആ നല്ല പാഠം നാം ഹൃദയത്തിൽ സ്വീകരിക്കണം. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് സ്വാർത്ഥതയുടെയും വിവേചനത്തിൻ്റെയും വിഭാഗീയതയുടെയും മനോഭാവം താനെ അകന്നുപോകും. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധനയിൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിക്കും. അത് നാം പഠിക്കണം. നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപകരണമാക്കി നാം മാറ്റണം. നാം കർത്താവിൻ്റെ ഒരു ഉപകരണമായി മാറണം. കാണുന്നവരൊക്കെ കർത്താവിൻ്റെ മക്കളാണെന്നും അവർ ക്രിസ്ത്യാനികളായി ഇപ്പോൾ ജീവിക്കുന്നില്ലെങ്കിലും കർത്താവ് അവർക്കും കൂടി വേണ്ടിയാണ് കുരിശിൽ പാപപരിഹാര ബലിയായി തീർന്നത് എന്ന് നാം ഓർക്കണം സഹോദരങ്ങളെ. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്തീയ മനോഭാവം. അവൻ ആദിയും അന്തവുമാണ്. ദി ആൽഫ ആൻഡ് ദി ഒമേഗ, ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ 2ാം വരവിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ, ഈ അന്ത്യകാല നിമിഷങ്ങളിൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നാം പൂർണ്ണമായി തയ്യാറെടുക്കണം വിശുദ്ധരായി ജീവിക്കാൻ. ദൈവസ്നേഹത്തിൻ്റെയും
വിശ്വസ്തതയുടെയും സാക്ഷികളായി ജീവിക്കുന്നതിലൂടെ നമ്മുടെ ചുറ്റുമുള്ളവരെയും ഈ ഒരുക്കത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതങ്ങളിലൂടെ ലോകത്തിന് പ്രത്യാശയും സ്നേഹവും പകരണം. കാരണം നമ്മുടെ കർത്താവ് എല്ലാ ജനതകളെയും തന്നിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നവരുടെ കൈകൾ അവിടുത്തെ അത്ഭുതങ്ങളെ കാണും എന്ന വാക്യം നമുക്ക് പ്രചോദനമാകട്ടെ. കർത്താവാണ് ഈ ലോകത്തിൻ്റെ പ്രകാശമെങ്കിൽ നാം അവിടുത്തെ തീനാളങ്ങൾ, തിരിനാളങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതങ്ങളിൽ നമുക്ക് പ്രകാശമാകാം. കർത്താവിനെ പകർന്നു നൽകാം. ചുറ്റുമുള്ളവരുമായ ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും പങ്കുവെച്ചുകൊണ്ട് അവൻ്റെ രണ്ടാം വരവിനായി നമുക്ക് തയ്യാറെടുക്കാം. നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയായും നമ്മുടെ ഓരോ പ്രവൃത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്തുതിഗീതമായും മാറ്റാം. അപ്പോൾ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. ഇത് കർത്താവിൻ്റെ രണ്ടാം വരവിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിന് അവൻ്റെ നന്മയെക്കുറിച്ച് പാടിപ്പുകഴ്ത്താം. കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ശക്തിക്കും ഞങ്ങൾ നന്ദി പറയുന്നു. വെറുതെ ഇരുന്നാൽ മതി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങയെ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷികളാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.